കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ കുടിയേറ്റ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളായ US, കാനഡ, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ വിസ നടപടികളിൽ കർശനമായ നിയന്ത്രണങ്ങളും ഉയർന്ന ചെലവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം അമേരിക്കയുടെ കാര്യം പറയാം. മുമ്പ് എളുപ്പമായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സങ്കീർണമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം വിസ പുതുക്കുന്നവർക്ക് ഉണ്ടായിരുന്ന ഡ്രോപ്പ് ബോക്സ് സൗകര്യം നിർത്തലാക്കി എന്നതാണ്. ഇനി മുതൽ എല്ലാവർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ നിർബന്ധമാണ്. കൂടാതെ $250 പുതിയ വിസ ഇന്റഗ്രിറ്റി ഫീസും നൽകണം. നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ ഹിസ്റ്ററി പോലും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാകും. മുമ്പ് ഒരു വിദ്യാർത്ഥിക്ക് കോഴ്സ് തീരുന്നത് വരെ അമേരിക്കയിൽ തുടരാമായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം പരമാവധി 4 വർഷത്തേക്ക് വിസ അനുവദിക്കൂ. അതിനുശേഷം കൂടുതൽ കാലം തുടരണമെങ്കിൽ സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. കാനഡയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിൽ സർക്കാർ വലിയ നിയന്ത്രണവും കൊണ്ടുവന്നിട്ടുണ്ട്. പഠനത്തിന് ശേഷമുള്ള വർക്ക് പെർമിറ്റ് അഥവാ PGWP ലഭിക്കണമെങ്കിൽ ഇനി ഉയർന്ന ഇംഗ്ലീഷ് സ്കോർ നിർബന്ധമാണ്. ഇനി UKയുടെ കാര്യം. 2027 മുതൽ ബിരുദധാരികൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 2 വർഷത്തിന് 1.5 വർഷമായി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട തുകയുടെ പരിധിയും അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊതുവായ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും PhD, മാസ്റ്റേഴ്സ് എടുക്കുന്നവർക്ക് കാനഡ വലിയ ഇളവുകൾ നൽകുന്നുണ്ട്. ഇവർക്ക് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ ആവശ്യമില്ല. ഓസ്ട്രേലിയ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അസസ്മെന്റ് ലെവലിൽ 3ാം വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനർത്ഥം വിസ ലഭിക്കാൻ കൂടുതൽ രേഖകൾ നൽകണമെന്നും പ്രോസസ്സിംഗ് സമയം കൂടുമെന്നുമാണ്. വിസ ഫീസ് ഏകദേശം $2000 ഉയർത്തിയത് സാധാരണക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ്. ലണ്ടനിൽ പഠിക്കാൻ പോകുന്നവർക്ക് പ്രതിമാസം ഏകദേശം 1.6 ലക്ഷം രൂപ കൈവശമുണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു ബാധ്യതയാണ്. പഠനശേഷം ജോലി കണ്ടുപിടിക്കാൻ നൽകിയിരുന്ന സമയം 18 മാസമായി കുറച്ചത് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും ജർമ്മനിയും ന്യൂസിലാൻഡും കൂടുതൽ ഇളവുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. ജർമ്മനി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ചില വിസകൾ സൗജന്യമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ ട്യൂഷൻ ഫീസാണ് അവിടുത്തെ പ്രത്യേകത. അതുപോലെ ന്യൂസിലാൻഡ് വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സമയം ആഴ്ചയിൽ 25 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ഡിഗ്രികളെ അംഗീകരിക്കുന്നതിനായി ന്യൂസിലാൻഡ് കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണകരമാകും. ഇതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിസ നടപടികൾക്ക് കൂടുതൽ സമയമെടുക്കുന്നതിന് അപേക്ഷകൾ നേരത്തെ നൽകുക. വിസ ഫീസുകളും താമസ ചെലവും വർദ്ധിച്ചതിനാൽ കൃത്യമായ ബജറ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ ഓൺലൈൻ പ്രൊഫൈലുകളും കൃത്യമായി സൂക്ഷിക്കണം. ഇനി ഇതൊക്കെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാകും. വിദേശ പഠനം എന്നത് പഴയതുപോലെ എളുപ്പമല്ല. കൃത്യമായ പ്ലാനിങ്ങും സാമ്പത്തിക തയ്യാറെടുപ്പും ഇപ്പോൾ അനിവാര്യമാണ്. 2025 ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് വന്നത് ഈ നയമാറ്റങ്ങൾ കാരണമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് ഓരോ രാജ്യത്തെയും പുതിയ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക.